ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണ്? നിങ്ങളുടെ എനർജി ഇവിടെ 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. വളരെ വേദന എടുത്ത് നിങ്ങൾ നിൽക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അത് നിങ്ങളുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ടോ നിങ്ങളുടെ ഇമോഷനുമായി ബന്ധപ്പെട്ടോ ആയിരിക്കാനുള്ള സാധ്യത കൂടുതലായി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഓഫർ ഇവിടെ ജോലി ഓഫർ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെയെങ്കിലും അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇതുവരെ നിങ്ങളെ വിളിച്ചിട്ടില്ലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും ജോലിക്ക് കയറുവാൻ സാധിക്കാത്ത വണ്ണം നിങ്ങൾ നിൽക്കുന്ന ഒരവസ്ഥയിൽ കൂടി കടന്നു പോകുന്നുണ്ടായിരിക്കാം. ചിലപ്പം ഏതെങ്കിലും രീതിയിൽ എഗ്രിമെൻറ്റോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ഇടപാടുകളോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വിഷമിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിൽ കൂടി കടന്നു പോകുന്നുണ്ട്. കോള് മെസ്സേജ് ചെയ്യുന്നില്ല എന്നുള്ളതിൽ നിങ്ങൾ ഒരുപാട് ഡിപ്രഷനിൽ കൂടി കടന്നു പോകുന്നു. ഉറക്കം പോലും ഇല്ലാത്ത ഒരവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ചില വ്യക്തികൾക്ക് കുടുംബവുമായി ബന്ധപ്പെട്ട് ചില ടവറുകൾ സംഭവിച്ചതായി കാണുന്നു, ചില ഡിവോഴ്സ് കേസുകൾ നടക്കുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങളുടെ ഇടയിലെല്ലാം അവസാനിച്ചു എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടതായി ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളിപ്പോൾ ഓവർ തിങ്കിങ്ങിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ചില വ്യക്തികൾ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങൾ ഭയപ്പെടുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് ചില നെഗറ്റീവ് തോട്ടുകൾ കാരണം നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനോ ചില പ്ലാനുകൾ നിങ്ങളുടെ വിജയത്തിലേക്ക് കടന്നു പോകുവാനോ കഴിയാത്ത വണ്ണം നിങ്ങൾ നിൽക്കുന്നതായി കാണുന്നു. നിങ്ങളുടെ ഈ നെഗറ്റീവ് തോട്ട് അത് എല്ലാ തലങ്ങളിലും നിങ്ങളെ ബാധിച്ചിരിക്കുന്നതായി കാണുന്നു. അതൊരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം. നിങ്ങളെ ഒരുപാട് തകർക്കുന്നു, നെഗറ്റീവിലേക്ക് നിങ്ങളെ നയിക്കുന്നു, പരാജയത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതായി കാണുന്നു. നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടാകുന്ന നെഗറ്റിവിറ്റി അത് നിങ്ങളുടെ സാമ്പത്തികത്തിലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്കും ഇടപെട്ട് പോകുന്നതായി കാണുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ 9 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? 9 ഓഫ് സോഡ് ഇവിടെ ടവറാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തോ ഒരു മേജറായിട്ട് അവസാനിച്ചിരിക്കുന്നു. അത് ജോലിയായിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾക്ക് സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. ചില വ്യക്തികളുടെ മനസ്സിൽ നിന്നായിരിക്കും സ്ഥാനം നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ചില ജോലി സ്ഥലങ്ങളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ വളരെ പെയിൻ സിറ്റുവേഷനാണ് ഇവിടെ അനുഭവിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? 10 ഓഫ് കപ്പ് റീയൂണിയൻ സംഭവിക്കാൻ പോകുന്നു. കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ റീയൂണിയൻ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. എല്ലാവർക്കും ഇത് റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. ഓക്കെ, ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിൽ കൂടി കടന്നുപോയ ചില വ്യക്തികൾക്ക് ഇവിടെ റീയൂണിയൻ സാധ്യമാണ്. ഓക്കെ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് നൈറ്റ് ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ ഒരു പക്ഷേ നിങ്ങൾക്ക് ചില വ്യക്തികൾക്ക്, എല്ലാവർക്കുമല്ല, ചില വ്യക്തികൾക്ക് ഒരു പുതിയ ഓഫറുകൾ വരുന്നതായി കാണുന്നു. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ചില വ്യക്തികൾ നിങ്ങൾക്ക് കോൾ മെസ്സേജ് അയക്കുന്നു, നിങ്ങളോട് ഇഷ്ടമാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതായി കാണുന്നു. ഓക്കെ, ജോലി ഓഫറുകൾ ഇവിടെ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത ചില സ്ഥലങ്ങളിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങളെ തിരികെ വിളിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് മെയിൽ വരാനുള്ള സാധ്യത ഇവിടെ കൂടുതലായി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ട് ഇവിടെ ടവർ വീണ്ടും വന്നോ? ഇവിടെ സാമ്പത്തിക കാര്യങ്ങൾക്ക്, ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് ടവർ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇമോഷണലായിട്ട് നിങ്ങൾ കുറേ നാളായിട്ട് കാത്തിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കുറേ നാളായിട്ട് സന്തോഷിച്ച് നിങ്ങളുടെ വർഷങ്ങളായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചില വ്യക്തികൾ നിങ്ങളെ നിന്ന് വിട്ടുപോയിരിക്കുന്നു. അവരുടെ കോൾ മെസ്സേജ്, അവരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തു നിൽക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, 5 ഓഫ് സോഡിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുന്നു. ചില വ്യക്തികൾ നിങ്ങളുടെ നീതിയെ തടഞ്ഞു വെച്ചിരിക്കുന്നു, നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള ജോലിയെ തടഞ്ഞു വെച്ചിരിക്കുന്നു. നിങ്ങളുടെ സത്യസന്ധത എത്തേണ്ട സ്ഥലങ്ങളിൽ എത്താത്ത വണ്ണം ചില വ്യക്തികൾ ഇതിനിടയിൽ പ്രവർത്തിക്കുന്നതായി കാണുന്നു. നിങ്ങളുടെ നീതിയെ തടയുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഏസ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ആണ്. നിങ്ങൾക്ക് ഒന്നിലധികം ചിന്തകൾ നിങ്ങളെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നതായി കാണുന്നു. നിങ്ങൾ വെയിറ്റിങ്ങിലാണ്. എല്ലാം ശരിയാകും എന്നുള്ള രീതിയിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയിൽ കൂടി കടന്നു പോകുന്നു. ഇത് നിങ്ങളുടെ എനർജി ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എനർജിയാണ് എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് തിരികെ ലഭിക്കുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അത് ജോലിയാകാം, പണമാകാം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആകാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് നഷ്ടപ്പെട്ടു പോയത് തിരികെ ലഭിക്കുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്.
പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് നഷ്ടപ്പെട്ടു പോയത് തിരികെ ലഭിക്കുമോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരികെ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ചീറ്റ് ചെയ്തു കൊണ്ടുപോയ ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങളുടെ സന്തോഷം, സമാധാനം, സ്നേഹം, പണം എല്ലാം, വിശ്വാസം എല്ലാം ഇവിടെ ചീറ്റ് ചെയ്യപ്പെട്ടതായി കാണുന്നു. അത് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ക്യൂൻ ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നു. അത് ജോലി സ്ഥലത്തായിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം. ഓക്കെ, അതിലിവിടെ 5 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. ചില വ്യക്തികളുടെ ചീറ്റിങ്, ഓക്കെ, ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ പ്രവർത്തിച്ചതായി കാണുന്നു. ഇവിടെ ഇരിപ്പുണ്ട് തേർഡ് പാർട്ടി, കണ്ടോ? ഇവിടെയും തേർഡ് പാർട്ടി ഇരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നത്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളുടെ ഗ്രോത്തിനെ ഇഗ്നോർ ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. എല്ലാം കൊണ്ടും അനുഗ്രഹമാണ്. പക്ഷേ ഈ ഒരു നെഗറ്റീവ് എനർജി കാരണം നിങ്ങളെ ചില വ്യക്തികൾ നിങ്ങളെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. നിങ്ങളുടെ അനുഗ്രഹത്തെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു, നിങ്ങളുടെ ജോലിയെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ 2 ഓഫ് കപ്പിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഇവിടെ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ചില വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള നിങ്ങളുടെ ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്ന നിങ്ങളുടെ ബോസിൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഒരുപാട് ദേഷ്യം ലഭിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്ത് നീ അത് ചെയ്യേണ്ട, നീ പോയി ശരിയാകത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തുന്നു. ഓക്കെ, ആ ഒരു എനർജിയാണ്. കാരണം ഇവിടെ ചീറ്റിംഗ് വന്നതുകൊണ്ട് ആ ഒരു എനർജിയാണ് നിങ്ങൾക്ക് വന്നിരുന്നത്. ഓക്കെ, അതിലെല്ലാം ഒരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കും. ഓക്കെ, ഇവിടെ 2 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്, നിങ്ങളെ ബൗണ്ടറി സെറ്റ് ചെയ്തത് എവിടെയാണോ അവിടെ നിങ്ങൾക്കൊരു മാറ്റം വന്നു ചേരാൻ പോകുന്നു. ഇവിടെ നോക്കിയാൽ 9 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. ഗ്രോത്ത് ആണ് നിങ്ങളെ തേടി എത്തുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സ്ഥാനം, അധികാരങ്ങൾ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നു. ആൾക്കാർ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അധികാരങ്ങൾ തിരിച്ചു കിട്ടുന്നു. ഓക്കെ, ഇവിടെ എംപറർ വന്നിരിക്കുന്നു. അത് അധികാരത്തിൻ്റെ ഒരു എനർജി തന്നെയാണ്. അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു. നിങ്ങളുടെ ജോലി സ്ഥലം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു, നിങ്ങളുടെ സ്ഥാനം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു, നിങ്ങളുടെ സാമ്പത്തിക കാര്യം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു, നിങ്ങളുടെ ഗ്രോത്ത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ്. ചില ദുഷ്ടന്മാർ എടുത്തുകൊണ്ട് പോയ, ചില തേർഡ് പാർട്ടികൾ എടുത്തുകൊണ്ട് പോയിട്ടുള്ള നിങ്ങളുടെ സ്നേഹം, സമാധാനം, സന്തോഷം എല്ലാം നിങ്ങൾക്ക് തിരികെ കിട്ടുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഇതുവരെയും നിങ്ങൾ ഹാങ്ഡായി കിടന്നിരുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാതെ നിങ്ങൾ വിഷമിച്ച് നിന്നിരുന്ന ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് അവയർനെസ് ആണ് ലഭിക്കുന്നത്. അവയർനെസ്സിൻ്റെ കാർഡാണ് ഈ വന്നിരിക്കുന്നത്. ഹൈ പ്രീസ്റ്റസിൻ്റെ കാർഡാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ പവർ ലഭിക്കുന്നു. നിങ്ങൾക്ക് ഗ്രോത്തിലേക്ക് എങ്ങനെ കടന്നു പോകണം എന്നുള്ള ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ 7 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. 7 ഓഫ് സോഡ്, ക്യൂൻ ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ചതിച്ച ഈ സെയിം എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ചതിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലങ്ങളും സ്ഥാനങ്ങളും ഒക്കെ നഷ്ടപ്പെടുത്തി, നിങ്ങളുടെ റിലേഷനെ നഷ്ടപ്പെടുത്തി ചില വ്യക്തികൾ നിങ്ങളെ ചതിച്ച് നിങ്ങളുടെ ലൈഫിൽ നിന്ന് കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം തിരികെ ലഭിക്കാൻ പോകുന്നു. യൂണിവേഴ്സ് നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ മുന്നിൽ തന്നെ നൽകുവാൻ പോകുന്ന എനർജിയാണ് ഇവിടെ നൽകുന്നത്. ഓക്കെ, യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നമുക്കിതിൽ നിന്നും കൂടെ ഒരു കാർഡ് എടുക്കാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിന് നൽകുന്ന മെസ്സേജ് എന്താണ്? നിങ്ങൾ ഈ ഒരു ആഴത്തിൽ നിന്നും നിങ്ങളിപ്പോൾ തകർന്ന് ഇരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. നിങ്ങളെല്ലാവരും ചതിച്ച് നിങ്ങൾക്ക് മാനസികമായി തകർന്ന് നിങ്ങളിപ്പോൾ ഒരു ഈ കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഇമോഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു വാക്കുകൾ, എൻ്റെ ഈ ടാരോ റീഡിങ്ങിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്ന വാക്കുകൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഒരു ചവിട്ടുപടിയാണ്. ഈ ഒരു വാക്കുകളിൽ ചവിട്ടി നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ പ്രകാശത്തിലേക്ക്, നിങ്ങളുടെ ഉദയങ്ങളിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകാം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളിത് ഏറ്റെടുത്താൽ നിങ്ങൾക്ക് വിജയത്തിലേക്ക് കടന്നു പോകാൻ സാധിക്കുമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൺ ചെയ്യുവാനും മറന്നു പോകരുത്. ബെല്ലൈക്കൺ ചെയ്തില്ല എങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതിന് വൈകുന്നതായിരിക്കും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.